ഞങ്ങളിപ്പോൾ ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി. ഇനി ഞങ്ങൾ നെൽസണിലേക്ക് പോവാണ്. അപ്പം ഞങ്ങൾ ഹാംലർ സ്പ്രിങ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഹോട്ട് വാട്ടർ പൂളിൽ പോകാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് അവിടെ നടക്കില്ല, കാരണം ക്രിസ്മസ് ആയതുകൊണ്ട് അവിടെ ക്ലോസ് ആണ്. അപ്പം ഞങ്ങൾ പോണ വഴിക്ക് 1-2 സ്ഥലം കൂടെ കാണാമെന്ന് വിചാരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇച്ചായം പറയും. നമ്മൾ ഹാംലർ സ്പ്രിങ്സ് ഒന്നും നടക്കില്ല, പക്ഷെ കുഴപ്പമില്ല. നമ്മൾ ഏതായാലും ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റായി. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയായിരുന്നു. അവൻ നല്ല അപ്പവും ബീഫ് കറിയൊക്കെ തന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഏതായാലും ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോൾ ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് നമ്മുടെ ആൽബർട്ട് ടാസ്മാൻ റീജിയണൽ പാർക്ക്, നെൽസൺ കഴിഞ്ഞിട്ട് ഗോൾഡൻ ബേ ആ ഭാഗമുള്ള ഒരു റീജിയണൽ പാർക്കിൽ ഞങ്ങളൊരു ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ടൈറ്റ് ടെറിട്ടറി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അവിടെ എത്തുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഓൺ ദ വേ നമുക്ക് ഹാംലർ സ്പ്രിങ്സിലൊന്നും ഇറങ്ങണമെന്നുണ്ടായിരുന്നു. അതൊന്നും നടക്കില്ല, കാരണം കറക്റ്റ് ക്രിസ്മസ് ഡേ മാത്രം ഒരു ഓപ്പൺ അല്ല. അപ്പോൾ കുഴപ്പമില്ല, നമ്മളപ്പോൾ വേറെ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ലേക്ക് കണ്ടു, സെൻറ്റ് അർണോഡ് എന്ന് പറയുന്ന ഒരു ലേക്ക്. അപ്പോൾ നമ്മളത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയാൻ പാടില്ല ഇതുവരെയായിട്ടും. അവിടെ ഒന്ന് പോയി ഒരു ഓൺ ദ വേ. അപ്പോൾ നമുക്ക് അതിലൂടെ ഒന്ന് വണ്ടി എടുത്തിട്ട് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വീണ്ടും ആൽബർട്ട് ടാസ്മാനിലേക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഞങ്ങളുടെ പ്ലാന്. വീഡിയോ വീണ്ടും നമുക്ക് കാണാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ റോഡ് സൈഡിലുള്ള വ്യൂസാണ് കണ്ടത്. ഈ എപ്പിസോഡിലും കൂടുതലും കുറേ റോഡ് സൈഡ് വ്യൂസൊക്കെ ഉണ്ട്, എങ്കിലും കൂടുതലും കുറച്ചും കൂടി നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള വ്യൂസ് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് നമ്മൾ ഈ റോഡിൻ്റെ സൈഡിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു റിവർ ഒഴുകുന്നുണ്ട്. ആ റിവറിൻ്റെ പേര് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മരൂയ റിവർ എന്നാണ് ഈ റിവറിൻ്റെ പേര്. അപ്പം ഞങ്ങൾ ഈ റിവറിൻ്റെ സൈഡിലൂടെ കുറച്ചും കൂടി പോയി കഴിഞ്ഞിട്ട് ആണ് നമുക്ക് നെൽസൺ ലേക്സിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. നെൽസൺ ലേക്സ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള പേര് ലേക്ക് റോട്ടോയിറ്റി എന്നാണ്. ലേക്ക് റോട്ടോയിറ്റി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു മാവോരി ലാംഗ്വേജിലുള്ള ഒരു വാക്കാണ് റോട്ടോയിറ്റി. റോട്ടോയിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ചെറിയ തടാകം എന്നാണ് മലയാളത്തിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത്. ഇത് കൂടുതലും റോഡ് സൈഡ് വ്യൂസാണ്. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഒരു ഫോറസ്റ്റി ആയിട്ടുള്ള ഒരു വ്യൂസ് വന്നപ്പം ചുമ്മാ ക്യാമറ ഓണാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കുറച്ചും കൂടി ഒരു പൈൻ ഫോറസ്റ്റും കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ റോഡ്സ് വരുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും റോഡുകളൊക്കെ. ഇത്രയും വലിയ കാടുകളാണെങ്കിൽ ഇതിനകത്ത് കടുവയും പുലിയും കരടിയും ആനയും ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട, ഇവിടെ ആകെ പേടിക്കേണ്ടത് മനുഷ്യരെ മാത്രമാണ്. ഇപ്പം നമ്മൾ ഇതിനകത്തേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ മനുഷ്യരിപ്പോൾ നടക്കാനൊക്കെ ഇതിനകത്തൊക്കെ പോകാറുണ്ട് ഇങ്ങനെ ട്രാമ്പിങ്. പക്ഷേ അത് ഈ കാട്ടിനകത്തെ കൂടെ അല്ല, ഈ ട്രാക്സ് ഉണ്ടല്ലോ, ഈ ആ ട്രാക്സിലൂടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ നടക്കാനൊക്കെ പോകാറുണ്ട്. അപ്പോൾ അവർക്കിവിടെ പാമ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ അവരതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആകെ അവർക്ക് പ്രശ്നം വരുന്നതും എപ്പോഴെങ്കിലുമൊക്കെ അവർ കാണാതാകി പോകുന്നതൊക്കെ വരുമ്പോൾ തിരിച്ചു വരാനുള്ള വഴി അറിയാൻ പാടില്ലാതൊക്കെ വരുമ്പോഴാണ്. അപ്പോൾ അത് മാത്രമാണ് ഇവിടെ ബേസിക്കലി ഇതിനകത്തേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂക്ഷിക്കേണ്ടത്. ഇവിടെ പിന്നെ വേറെ ഇതിനകത്ത് പിന്നെ കുറച്ച് ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഈ മുയലുകളുണ്ടാവും, എല്ലായിടത്തും കാണില്ല. ഈ മുയലുകൾ ഇവിടെ ഒരു ഇതായിട്ടാണ്, ഒരു പെസ്റ്റായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെയാണ് പോസമൊക്കെ. പക്ഷേ എല്ലാ കാടുകളിലും ഇതൊന്നും കാണില്ല. കൂടുതൽ ഇതിനകത്ത് പക്ഷികളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ വേറെ പ്രിഡേറ്ററൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവർക്കൊന്നും വലിയ കുഴപ്പമില്ല, ഈ പക്ഷികൾക്കും ഇതൊക്കെ. പക്ഷേ എന്നാലും ഇതിനകത്ത് കുറേ എലികളും മുയലുകളൊക്കെ ഉള്ളതുകൊണ്ട് അതിന് ചെറിയതായ രീതിയിലൊരു ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. ഇതുപോലെ ഇതിപ്പോൾ ചെറിയ ബ്രിഡ്ജ് ഭയങ്കര ചെറുതാണ്, ഒരു വൺ ലെയിൻ ബ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇതുപോലത്തെ ചെറിയ റൂറൽ സ്ഥലത്തൊക്കെ പോകുമ്പോൾ കുറേ വൺ ലൈൻ ബ്രിഡ്ജുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അപ്പുറത്തുനിന്ന് വണ്ടി വരുന്നില്ലെങ്കിൽ നമുക്ക് കയറി പോവാം. അങ്ങനെയുണ്ട് ഇവിടുത്തെ റൂൾസ് അനുസരിച്ച്. ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിലുള്ളവർക്ക് പ്രിഫറൻസ് ഉണ്ടാവും. ഈ ഭാഗമൊക്കെ മനുഷ്യരൊക്കെ ഈ ഭാഗത്തൊക്കെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളൊന്നും ആയിട്ടുണ്ടാകത്തില്ല കേട്ടോ. ഒരു 1840-കളിലൊക്കെയാണ് ആദ്യത്തെ യൂറോപ്യൻസൊക്കെ ആദ്യം ഇവിടെ വരുന്നത്. ഒരു 1840-കളിലൊക്കെ ആദ്യം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ആദ്യം ഈ
സ്വർണം ഒക്കെ അന്വേഷിച്ചാണ് ആദ്യം വന്നത്. അതായത് ഈ സ്വർണ്ണ ഖനനം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ ആദ്യം ഒരു 1860-1860കളിലൊക്കെ ചെറുതായിട്ട് സ്വർണ്ണമൊക്കെ കണ്ടു തുടങ്ങിയായിരുന്നു. അപ്പോൾ അവിടെ ഈ സമയത്ത് ഒരു ഗോൾഡ് റഷ് ഉണ്ടായിരുന്നു ഇവിടെ. അതായത് ഈ സ്വർണം എവിടെയാണ് ഉള്ളതെന്ന് ഇങ്ങനെ നന്നായിട്ട് അന്വേഷിച്ച് നടക്കണുണ്ടായിരുന്നു ഇവിടെയൊക്കെ, ഈ ഭാഗത്തൊക്കെ ആൾക്കാർ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു 1860-65 ആയപ്പോഴത്തേക്കും പിന്നെ ആൾക്കാർ സ്വർണം അന്വേഷിക്കുന്നതൊക്കെ ഉപേക്ഷിച്ച് പതുക്കെ ഇവിടുത്തെ ഒരു പശുകൃഷിയിലേക്കും മറ്റ് കൃഷികളിലേക്കൊക്കെ തിരിഞ്ഞു തുടങ്ങി. ഇതിപ്പോൾ ഈ മരൂയ റിവറിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ബ്രിഡ്ജിൽ ഞങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ആ റിവറിൻ്റെ ഒത്തിരി ഇത് കാണാമെങ്കിലും വണ്ടി ഒതുക്കാനുള്ള സ്ഥലമൊന്നും അവിടെ ഇല്ല. നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അങ്ങനെ അങ്ങ് കാണാമെന്നുള്ളൂ. അപ്പോൾ ഈ ഭാഗത്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് പതുക്കെ വണ്ടി നിർത്തി പതുക്കെ നമുക്ക് ആ റിവറിൻ്റെ മുകളിലുള്ള ചെറിയൊരു വ്യൂ കിട്ടിയപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിർത്തി പതുക്കെ ഒന്ന് ഇറങ്ങി വന്നതാണ്. അത്യാവശ്യം നല്ല ആഴമുണ്ട് ഈ റിവറിന്. പക്ഷേ നമുക്ക് അതിൻ്റെ ആ കൈവരിയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത്രയ്ക്കും സേഫായിട്ടൊന്നുമല്ല, അത്രയ്ക്കും ബലത്തിലൊന്നുമല്ല ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കൂടുതലും ഇവിടെ ആൾക്കാർ ഇറങ്ങാറൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അത്രയ്ക്കും സേഫല്ല. ചെറിയൊരു കൈവരി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കൂടുതലും അപ്പുറത്തേക്ക് പോകുന്ന ഫാമിലേക്ക് പോകുന്ന വണ്ടികൾക്ക് ഒരു ആക്സസ് ചെയ്യാനുള്ള ഒരു ബ്രിഡ്ജ് അത്രയേ ഉള്ളൂ ഇതിന്. റിവറാണെങ്കിലും നല്ല ക്ലിയർ വാട്ടറാണ്, പക്ഷെ നല്ല തണുത്ത വെള്ളമായിരിക്കും. ഈ കാണുന്നത് മനക്കാവ് ട്രീ ആണേ. ന്യൂസിലാൻഡിൻ്റെ കുറേ ഭാഗത്തൊക്കെ ഇങ്ങനെ ഈ ട്രീ കാണാനായിട്ട് പറ്റും കേട്ടോ. വൈൽഡ് ഫ്ലവർ ആണ്. ഈ മനക്കാവ് ട്രീയിൽ നിന്നാണ് ബീസ് വന്നിട്ട് ഹണി ഉണ്ടാക്കുന്നത്. അതിന് മനക്കാവ് ഹണി എന്നാണ് പറയുക. പിന്നെ അതുപോലെ തന്നെ ഈ ട്രീയുടെ വുഡ് ഉപയോഗിച്ചിട്ട് ആൾക്കാർ ടൂൾസ്, വെപ്പൺസ്, പാഡൽസ്, ഹൗസ് ബിൽഡിങ്ങിന് വേണ്ട മെറ്റീരിയൽസൊക്കെ ഉണ്ടാക്കും. പിന്നെ ഇതിൻ്റെ ലീവ്സ് ഉപയോഗിച്ചിട്ട് ടീ ഉണ്ടാക്കും. അതുപോലെ തന്നെ ചില കോസ്മെറ്റിക്സ് ഇല്ലേ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കും. UV പ്രൊട്ടക്ഷനൊക്കെ കിട്ടാനായിട്ട്. അതുപോലെ തന്നെ ഏജിങ് കുറയ്ക്കാനൊക്കെ സഹായിക്കും. പിന്നെ ഈ ട്രീ ഇവിടെ കുറേ ഉള്ളത് എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ നാറ്റീവ് ട്രീ ആണ്. അവർ മാക്സിമം ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നോക്കും. ഇതിന് കുറേ ഗുണങ്ങളുള്ള കൊണ്ട്. നമ്മൾ ഈ ഭാഗത്ത് നമുക്ക് കാണുന്നത് ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. നമുക്ക് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴത്തേക്ക് ഒരു ആക്സസ് ആയിട്ടുള്ള ചെറിയൊരു വഴി കാണാൻ പറ്റും. പക്ഷെ അത് അത്യാവശ്യം നല്ല ദൂരം നടക്കാനുള്ളത് കൊണ്ടും പിന്നെ നമുക്ക് രാത്രി ആവുന്നതിന് മുമ്പ് നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ എത്തണം എന്നുള്ളത് കൊണ്ടും കുറേ കാര്യങ്ങളൊക്കെ കാണാനുള്ളത് കൊണ്ടും നമ്മൾ താഴത്തേക്ക് അങ്ങനെ ഇറങ്ങിപ്പോയി ഒത്തിരി സമയം അവിടെ സ്പെൻഡ് ചെയ്തില്ല. ഈ തൊട്ടടുത്ത് കാണുന്ന വാട്ടർഫോൾസിൻ്റെ പേരാണ് മരൂയ റിവർ ഫോൾസ്, മരൂയ ഫോൾസ്. ഇപ്പോൾ ഈ താഴത്തേക്കുള്ള ഈ വഴി ഉണ്ടാക്കിയത് ഒരു 1921 ഇവിടെ ഒരു എർത്ത് ക്വേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ വഴിയൊക്കെ ഈ താഴത്തോട്ട് കാണുന്ന വഴി ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. ഈ താഴത്തോട്ട് കാണുന്ന വഴി അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ നിന്നുള്ള വ്യൂ കാണാം. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള ഞങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് വന്ന് തിരിച്ചു പോവുക ചെയ്ത്. ഈ ക്യാമ്പ് സൈറ്റിലായതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയൊരു ബിൽഡിങ് കാണാം. അതൊരു ടോയ്ലറ്റാണ്. പിന്നെ ഒത്തിരി വലിയ ക്യാമ്പ് സൈറ്റൊന്നുമില്ല, ഇത് റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ റോഡിലൂടെയൊക്കെ അങ്ങനെ പോകുന്നവർക്കൊക്കെ പെട്ടെന്നൊന്ന് വണ്ടി നിർത്തിയിട്ട് പെട്ടെന്നൊന്ന് സ്ട്രെച്ചൊക്കെ ചെയ്യാൻ വേണ്ടിയും അങ്ങനെ ചെറുതായിട്ടൊന്ന് വണ്ടിയൊക്കെ നിർത്താനുള്ളൊരു സൗകര്യം. പിന്നെ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. അങ്ങനെ ഒരു ചെറിയൊരു സ്ഥലമാണ് ഇത്.
ഏകദേശം മർച്ചീസ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ചെറിയൊരു ടൗൺഷിപ്പാണ് കേട്ടോ ഇവിടെ. ഏകദേശം ഒരു പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 750 പേര് ഒക്കെയാണ് ഇവിടുത്തെ ഏകദേശം ഒരു പോപ്പുലേഷൻ ഉള്ളത്. ഈ സ്ഥലം ഒത്തിരി ഓൾഡായിട്ടുള്ള ടൗണൊന്നുമല്ല. ഏകദേശം 1860കളിലൊക്കെയാണ് ഇവിടെ ആൾക്കാർ വന്ന് താമസിച്ച് തുടങ്ങിയത്. ആദ്യത്തെ ഒരു യൂറോപ്പിന് ഇവിടെ ഏകദേശം വന്നത് 1840കളിലൊക്കെ ആയിരിക്കും. ഇവിടെ ഒത്തിരി സാധനങ്ങളൊന്നുമില്ല. ഒരു പെട്രോൾ പമ്പുണ്ട്, പിന്നെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, ഒരു ഇൻഫർമേഷൻ സെൻ്ററുണ്ട്, പിന്നെ കുറച്ച് കടകളുണ്ട്, ഒരു റെസ്റ്റോറൻറ്റ് ചിലപ്പോൾ കാണും. അതിൻ്റെ അപ്പുറം കാണുന്നത് ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല ഇവിടെ. പിന്നെ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ വരാൻ, ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ നല്ലൊരു ആക്സസ് ആയിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റും ഇവിടെ ഉണ്ടാവും. ഇതൊരു കഫേ ഉണ്ട് ഇവിടെ ഈ ഭാഗത്ത്. ഒത്തിരി ആൾക്കാരൊന്നും നടക്കണമെന്ന് കാണാറില്ല കേട്ടോ ഈ ഭാഗത്ത്. ഏതായാലും ഈ ഭാഗത്ത് ഈ കാണുന്ന യെല്ലോ കളറിൽ കണ്ടിരുന്നത് ഒരു സ്കൂളായിരുന്നു കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു ഹാഫ് ആൻ അവറെങ്കിലും കഴിഞ്ഞിട്ടാണ് ലേക്ക് റോട്ടോയിറ്റിയിലേക്ക് എത്തുന്നത്. ലേക്ക് റോട്ടോയിറ്റിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥലമാണ് സെൻറ്റ് അർണോഡ്. ഈ സ്ഥലം ആദ്യം അറിയപ്പെട്ടിരുന്നത് റോട്ടോയിറ്റി എന്ന് തന്നെയായിരുന്നു. നമ്മളിപ്പോൾ മർച്ചീസ് എന്ന് പറഞ്ഞ ടൗൺ കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഇത് ആ സൈൻ ബോർഡും കൂടി കഴിയുമ്പോഴത്തേക്ക് മർച്ചീസ് എന്ന് പറഞ്ഞ ടൗൺ കഴിഞ്ഞു. ഇനി മൊത്തം ഫാം ലാൻഡ്സും കാര്യങ്ങളുമാണ്. ആ കാണുന്നത് മാനാണ് ഇവിടെ ആ ഫാമിലുണ്ടായിരുന്നത്. ഈ യെല്ലോ കളർ മറ്റേ ആ പച്ച കളറിലുള്ള ഇതിനകത്ത് മൊത്തം പശുവിനുള്ള വൈക്കോലുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് മെഷീൻ വെച്ച് കട്ട് ചെയ്തിട്ട് റാപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നിരുന്നത് നെൽസൺ ലേക്സിനെ പറ്റിയാണ്. അപ്പോൾ ഈ സെൻറ്റ് അർണോഡ് എന്നുള്ള സ്ഥലത്തിൻ്റെ പേര് റോട്ടോയിറ്റി എന്നായിരുന്നു. പക്ഷേ ഇവിടെ അടുത്ത് ഈ ലേക്ക് റോട്ടോയിറ്റി ഉണ്ടായിരുന്നെങ്കിലും കുറച്ചും കൂടി ഫേമസ് ആയിട്ടുള്ള ലേക്ക് റോട്ടോയിറ്റി ഈ ന്യൂസിലൻഡിൻ്റെ നോർത്ത് ഐലൻഡിലുള്ള റോട്ടറോവയ്ക്ക് അടുത്തുള്ളൊരു ലേക്ക് റോട്ടോയിറ്റി ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ പണ്ട് ആൾക്കാർ എപ്പോഴും കൺഫ്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ ഉള്ളവർക്ക് എഴുത്തെഴുതുമ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുക്കും, അവിടെയുള്ളവർക്ക് എഴുത്തെഴുതുമ്പോൾ ഇവിടെയുള്ളവർക്ക് കിട്ടുന്നു. അങ്ങനെ ഇതായതുകൊണ്ട് അവസാനം ഇവർ പേര് മാറ്റാമെന്ന് വിചാരിച്ചു. എന്നിട്ടാണ് ഈ സെൻറ്റ് അർണോഡ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരാക്കിയത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ലേക്ക് റോട്ടോയിറ്റി ഇവിടെ പണ്ടുള്ള ഈ യൂറോപ്യൻസൊക്കെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഇവിടുത്തെ നേറ്റീവായിട്ടുള്ള ആൾക്കാരാണ് ഈ മാവോരികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരാണ് ലേക്ക് റോട്ടോയിറ്റി എന്നായിരുന്നു അവർ വിളിച്ചുകൊണ്ടിരുന്നത്. യൂറോപ്യൻസ് വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സെൻറ്റ് അർണോഡ് എത്തിക്കഴിഞ്ഞിട്ടോ. ചെറിയൊരു ടൗൺഷിപ്പാണിത്. ഇവിടെ ഒത്തിരി ആൾക്കാരൊന്നും താമസിക്കുന്നില്ല. സെൻറ്റ് അർണോഡിൽ ഏകദേശം ഒരു 111 പേരോ മറ്റോ താമസിക്കുന്നുള്ളൂ ആകെപ്പാടെ. അത് 1918 സെൻസസ് പ്രകാരം. ചെറിയൊരു പെട്രോൾ പമ്പുണ്ട് ഇവിടെ, വേറെ ഒന്നുമില്ല. ആകെപ്പാടെ 100-110 പേരെ ഇവിടെ താമസിക്കുന്നുള്ളൂ ഈ ടൗൺഷിപ്പിൽ. അപ്പോൾ ഈ ലേക്ക് റോട്ടോയിറ്റി എന്നുള്ള സ്ഥലം യൂറോപ്യൻസ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് നാളത്തേക്ക് ലേക്ക് ആർത്തർ എന്ന് വിളിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും ലേക്ക് റോട്ടോയിറ്റി എന്ന് തന്നെയാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് സൗത്ത് ഐലൻഡിലുള്ള നെൽസൺ ലേക്സിലുള്ള ലേക്ക് റോട്ടോയിറ്റിയാണ് ഇവിടെ നമ്മളിപ്പോൾ പോയി കാണാൻ പോകുന്നത്. ഇതിലും കുറച്ചും കൂടി ഫേമസ് ആയിട്ടുള്ള ലേക്ക് റോട്ടോയിറ്റി നോർത്ത് ഐലൻഡിലെ റോട്ടറോവയ്ക്ക് അടുത്തുള്ള ലേക്ക് റോട്ടോയിറ്റിയാണ്.
അതുപോലെ തന്നെ കുറച്ചും കൂടി കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനടുത്ത് തന്നെ ഈ സൗത്ത് ഐലൻഡിലെ ലേക്ക് റോട്ടോയിറ്റിയുടെ അടുത്ത് തന്നെ ഉള്ള ലേക്കിൻ്റെ പേരും ലേക്ക് റോട്ടറോവ എന്നാണ്. റോട്ടറോവ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. നാട്ടിലുള്ളവർക്ക് അറിയത്തില്ലെങ്കിലും എനിക്ക് തോന്നുന്നു റോട്ടറോവ ന്യൂസിലൻഡിലെ ഒരു ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കേട്ടോ. ഞങ്ങൾ ലേക്ക് റോട്ടോവിറ്റിയിൽ എത്താറായി. ഈ വീഡിയോയിൽ ഞങ്ങൾ എന്തായാലും ലേക്ക് റോട്ടോവിറ്റി കാണിക്കണമെന്ന് വിചാരിച്ചത്, പക്ഷേ കുറച്ച് നല്ല റോഡ് വ്യൂസൊക്കെ കണ്ടപ്പോൾ അത് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് ശരിക്കും ലേക്ക് റോട്ടോവിറ്റിയൊക്കെ നമുക്ക് നന്നായിട്ട് കാണാം.